ഹായ് ഫ്രണ്ട്സ്, അടുത്ത കാലത്ത് HDFCയും HDFC ബാങ്കും തമ്മിൽ ലയിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കും ഉജ്ജീവൻ ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡും തമ്മിലൊരു മേർജിങ് നടന്നു. അപ്പോൾ ഇതേപോലെ ഇനി വരാൻ പോകുന്ന ഒരു മേർജിങ് എന്ന് പറയുന്നത് IDFCയും IDFC ഫസ്റ്റ് ബാങ്കും തമ്മിലാണ്. അപ്പോൾ IDFC ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം മേർജർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പുത്തരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം IDFC എന്ന പാരന്റ് കമ്പനിയിൽ നിന്നും ഡീമേർജ് ചെയ്താണ് IDFC ബാങ്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് IDFC ബാങ്കും ക്യാപിറ്റൽ ഫസ്റ്റ് എന്നുള്ള നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയും ചേർന്നുകൊണ്ട് മേർജ് ചെയ്താണ് ഇപ്പോൾ കാണുന്ന IDFC ഫസ്റ്റ് ബാങ്ക് ഉണ്ടായത്. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ IDFC എന്നുള്ള ഹോൾഡിംഗ് കമ്പനിയും ഈ IDFC ഫസ്റ്റ് ബാങ്കും മേർജ് ചെയ്ത് ഒന്നാവാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു റിവേഴ്സ് മേർജറാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു മേർജറിൻ്റെ ഡീറ്റെയിൽസും അത് ഇൻവെസ്റ്റേഴ്സിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുമാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. IDFC അഥവാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫൈനാൻസ് കമ്പനി, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ ഒരു കമ്പനി രൂപം കൊണ്ടത് 1997 അപ്പോൾ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഫൈനാൻസ് നൽകുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു ബിസിനസ് ഗ്രൂപ്പ് ഫോം ചെയ്തത്. കാലക്രമേണ ഈ ഒരു കമ്പനി അസറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിംഗ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് തുടങ്ങിയ മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ്സിൻ്റെ ആ ഒരു മേഖല വ്യാപിപ്പിച്ചുകൊണ്ടിരുന്നു. 2014 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവർക്ക് IDFC ബാങ്ക് തുടങ്ങാനുള്ള പെർമിഷൻ നൽകുകയുണ്ടായി. അങ്ങനെ പ്രൈവറ്റ് സെക്ടറിൽ IDFC ബാങ്ക് ഉണ്ടായി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവർ IDFC ലിമിറ്റഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻഷ്യൽ അസറ്റ്സും ലയബിലിറ്റീസും ഈ ഒരു IDFC ബാങ്കിലേക്ക് മാറ്റിക്കൊണ്ട് ആണ് ഈ ഒരു ബാങ്ക് രൂപം കൊടുത്തത്. അപ്പോൾ ഈ പാരന്റ് കമ്പനി IDFC ബാക്കി വരുന്ന ബിസിനസ്സുകൾ, അതായത് AMC, അസറ്റ് മാനേജ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട് ബിസിനസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിംഗ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് ബിസിനസ്സസ് തുടങ്ങിയ ബിസിനസ്സുകൾ IDFC ഫൈനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ അവർ റീറ്റെയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ 2015 IDFC ബാങ്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരേന്ദ്രമോദിയാണ് ഈ ഒരു ബാങ്ക് ഉദ്ഘാടനം ചെയ്തത്. അവരുടെ ഓപ്പറേഷൻസ് 2015 ഒക്ടോബർ 1 മുതൽ IDFC ബാങ്കിൻ്റേത് സ്റ്റാർട്ട് ചെയ്തു. 2018 ഒരു സുപ്രധാനമായ ഒരു മാറ്റം IDFC ബാങ്കിലുണ്ടായി. അതായത് IDFC ബാങ്കും മറ്റൊരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി ആയിട്ടുള്ള ക്യാപിറ്റൽ ഫസ്റ്റുമായി ചേർന്ന് മേർജ് ചെയ്തുകൊണ്ട് IDFC ഫസ്റ്റ് ബാങ്ക് രൂപം കൊടുത്തു. ഈ ക്യാപിറ്റൽ ഫസ്റ്റ് എന്ന് പറയുന്നത് 2012 മിസ്റ്റർ V വൈദ്യനാഥൻ എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ബാങ്കറായിട്ടുള്ള ഇദ്ദേഹമാണ് ക്യാപിറ്റൽ ഫസ്റ്റിൻ്റെ ഫൗണ്ടർ. അപ്പോൾ അതൊരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അവർ പ്രധാനമായിട്ടും സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് ഡെപ്റ്റ് ഫൈനാൻസിങ് നൽകുന്ന ഒരു കമ്പനി ആയിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വൈദ്യനാഥൻ എന്ന് പറയുന്ന അദ്ദേഹം ICICI പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ CEO ആയിരുന്നു. കൂടാതെ അദ്ദേഹം ICICI ബാങ്കിൻ്റെ ബോർഡ് മെമ്പർ കൂടിയായിരുന്നു. വർഷങ്ങളോളം ICICI ബാങ്കിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളുമൊക്കെ അദ്ദേഹം ക്യാപിറ്റൽ ഫസ്റ്റ് എന്നുള്ള ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹത്തിൻ്റെ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ആ ഒരു ക്യാപിറ്റൽ ഫസ്റ്റ് എന്നുള്ള നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയും ഈ ഒരു IDFC ബാങ്കും തമ്മിൽ ലയിച്ചുകൊണ്ടാണ് 2018 IDFC ഫസ്റ്റ് ബാങ്ക് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മളെ മുമ്പിൽ കാണാൻ തുടങ്ങിയത്. അപ്പോൾ മേർജറിന് ശേഷം ഈ വൈദ്യനാഥൻ തന്നെ ഇതിൻ്റെ MD സ്ഥാനവും CEO സ്ഥാനവും ഏറ്റെടുക്കുകയും അങ്ങനെ ഈ ബാങ്കിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. അനുഭവമാണ് 2023 ജൂലൈ 3 ഈ IDFCയുടെ ബോർഡ് മീറ്റിംഗ് കൂടിയപ്പോൾ അവർ ഈ ഒരു IDFC ബാങ്കും IDFCയും തമ്മിൽ മേർജ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തത്. ഈ ഒരു IDFC ലിമിറ്റഡും IDFC ഫസ്റ്റ് ബാങ്കും രണ്ടും ലിസ്റ്റഡ് എൻറ്റിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മേർജറിലൂടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഷെയറുകളിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമായി വന്നു. ഇതിൻ്റെ റേഷ്യോ ഇവർ മേർജറിന് ശേഷം ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ പോകുന്നത് 100 ഷെയർസ് IDFCയുടെ ഉള്ള ഒരാൾക്ക് 155 ഷെയർ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ കിട്ടും എന്നാണ് മെർജറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനൗൺസ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 2023 ഒക്ടോബറിൽ തന്നെ ഈ ബാങ്കിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഇതിനു വേണ്ടി കിട്ടി. അപ്പോൾ 2023 ഡിസംബർ 18 RBI നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇവർക്ക് നൽകിയിട്ടുണ്ടായി. അതുപോലെ 2024 മെയ് മാസം ഇവർക്ക് NCLT അഥവാ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൻ്റെ ഒരു അപ്രൂവലും ഇവർ നേടിയെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു മെർജറിൽ പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. ഒന്ന് IDFC ഫൈനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി ലിമിറ്റഡ് IDFCയിൽ ലയിക്കണം. അതിനുശേഷം IDFC ഈ പറയുന്ന IDFC ഫസ്റ്റ് ബാങ്കിലേക്ക് ലയിക്കണം. അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇങ്ങനെ ഒരു വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നത്.
അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് IDFC ഫസ്റ്റ് ബാങ്ക് അതിൻ്റെ മെർജർ കംപ്ലീറ്റ് ചെയ്തതായിട്ട് അവർ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ മാസം പൂർത്തിയാകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ ഒരു ഇൻറ്റിമേഷനിലൂടെ എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവലും അതേപോലെ തന്നെ റെഗുലേറ്ററി അപ്രൂവലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നേടിയിരിക്കുകയാണ്. അപ്പോൾ ഒഫീഷ്യലി ഈ ഒരു മെർജർ നിലവിൽ വരാൻ പോകുന്നത് 2024 ഈ ഒക്ടോബർ 1-ാം തീയതി ആയിരിക്കും. ഇപ്പോൾ ഈ മെർജറിൻ്റെ ഭാഗമായിട്ട് നേരത്തെ സൂചിപ്പിച്ച IDFCയുടെ 100 ഷെയർ ഉള്ള ഒരു ഷെയർ ഹോൾഡർക്ക് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ 155 ഷെയറുകൾ കിട്ടും. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഒക്ടോബർ 10-ആണ്. അപ്പോൾ ഒക്ടോബർ 10-ന് മുമ്പായിട്ട് ആരുടെയൊക്കെ കയ്യിൽ IDFC ലിമിറ്റഡിൻ്റെ ഷെയറുകളുണ്ടോ അവർക്കായിരിക്കും IDFC ഫസ്റ്റ് ബാങ്ക് ഷെയർ കിട്ടാൻ പോകുന്നത്. ഒക്ടോബർ 31-ാം തീയതി ആയിരിക്കും ഈ ഷെയറുകൾ അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മെർജറിന് ശേഷമുള്ള ക്രെഡിറ്റ് നടക്കുക. പിന്നെ ഈ ഒരു മെർജറിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് വരാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ കോർപ്പറേറ്റ് സ്ട്രക്ചർ മാറാൻ പോവുകയാണ്. കാരണം ഇതോടുകൂടി IDFC ഫസ്റ്റ് ബാങ്കിൽ ഒരു പ്രൊമോട്ടർ ഇല്ലാതാവുകയാണ്. വലിയ വലിയ ബാങ്കുകൾ നമ്മൾ നോക്കിയാൽ അതിലൊന്നും പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇല്ല എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ICICI ബാങ്ക്, അതുപോലെ HDFC ബാങ്ക്, അങ്ങനെ തുടങ്ങി പല കോർപ്പറേറ്റ് ബാങ്കിലും അതിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇല്ല, 0 ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഉള്ളത് IDFC ഫസ്റ്റ് ബാങ്കിൽ 35.39% പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് നമുക്ക് പ്രസൻ്റ്ലി കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു ഹോൾഡിംഗ് ഇല്ലാതാവും. കാരണം ഇവിടെ ലയിക്കുന്നതോടുകൂടി ഈ IDFCയുടെ ഏകദേശം 600 കോടിയോളം വർത്തുള്ള അവരുടെ ക്യാഷും ക്യാഷ് ആൻഡ് ഇക്വാലൻസും IDFC ഫസ്റ്റ് ബാങ്കിലേക്ക് ലയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്യൂഷൻ അവരുടെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്യാപിറ്റൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി ഉപയോഗിക്കും, അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. കൂടാതെ മറ്റ് ഗ്രോത്ത് ഇനീഷ്യേറ്റീവ്സിന് വേണ്ടിയിട്ടും മറ്റ് ലെൻഡിങ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും കൂടാതെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിന് വേണ്ടിയൊക്കെ ആയിരിക്കും ഈ ഒരു തുക അവർ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഈ ഇങ്ങനെ ഒരു എൻഹാൻസ്ഡ് ക്യാപിറ്റലുമായിട്ട് IDFC ഫസ്റ്റ് ബാങ്ക് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല തോതിലുള്ള മാനേജ്മെൻറ്റ് കാപ്പബിലിറ്റി ഉണ്ടാകും. കൂടാതെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. കൂടാതെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇല്ലാതാവുന്നതോടുകൂടി ഈ കമ്പനി മാനേജ് ചെയ്യാൻ പോകുന്നത് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റ് ഗവേണൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും മൊത്തത്തിലുള്ള ട്രാൻസ്പെറൻസിയും അതേപോലെ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു പ്രൊസീജിയറുമൊക്കെ വളരെ സുതാര്യമാകുകയും ചെയ്യും. അതോടുകൂടി കമ്പനി ഒരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബാങ്കായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ സങ്കീർണമായ പ്രോസസ്സിലൂടെ കടന്നുപോയിക്കൊണ്ട് ഫൈനലി അങ്ങനെ IDFCയും IDFC ഫസ്റ്റ് ബാങ്കും തമ്മിലുള്ള മെർജർ യാഥാർത്ഥ്യമാകുകയാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി IDFC സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നേട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരു ഒക്ടോബർ 10-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ലാഭം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻസും മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആർബിട്രാജ്, അതായത് നേരിയ വ്യത്യാസം ചിലപ്പോൾ ഫൈനലായിട്ടുള്ള ആ ഷെയർ അലോട്ട്മെൻറ്റിൽ സംഭവിച്ചേക്കാം. അത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ്റെ ഭാഗമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഏതായാലും IDFC ഫസ്റ്റ് ബാങ്കിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് ഒരു കറക്ഷൻ മോഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് നല്ലൊരു അവസരമായിട്ട് തന്നെ കാണണം. ഈ ബാങ്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള നല്ല തോതിലുള്ള പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ അവരുടെ ബിസിനസ്സും വളരെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് അവരുടെ ഫൈനാൻഷ്യൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ഒരു 2-3 ക്വാർട്ടറിൽ സംഭവിച്ചിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് കാരണമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇതിൻ്റെ കറക്ഷൻ നേരിടുന്നത്. ഈ സെറ്റ് ബാക്ക് ഈ തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള അവരുടെ അസറ്റ് ക്വാളിറ്റിയിൽ വന്ന ചെറിയ ഡീറിയറേഷനാണ്. അതായത് അവർക്ക് കുറേ കിട്ടാക്കടങ്ങളുടെ ആ ഒരു പരിധി കുറച്ച് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടുന്നതോടുകൂടി ഈ ബാങ്കിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ പഠനം നടത്തിക്കൊണ്ട് തീരുമാനം എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.